അങ്കിളേ അങ്കിളേ ആ മോനെ, നിന്നെ കാണാനിരിക്കുകയായിരുന്നു. 2025 ജനുവരി 1 മുമ്പ് തന്നെ നിനക്ക് 18 വയസ്സ് തികഞ്ഞതല്ലേ? തദ്ദേശ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കട്ടെ. അതിനെനിക്ക് വോട്ടർ ഐ ഡി ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് വോട്ട് ചെയ്തതല്ലേ. ആ വോട്ടർ ഐ ഡി ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. അതിനാദ്യം നീ പഞ്ചായത്ത് നഗരസഭാ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം. ഓ, അതിനൊന്നും മെനക്കെടാൻ സമയമില്ലെന്നേ. എടാ, അത് എളുപ്പമല്ലേ? നീ ആദ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ www.sec.kerala.gov.in വെബ്സൈറ്റിൽ കയറണം. സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേരും മൊബൈൽ നമ്പരും പാസ്വേഡും നൽകി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. OTP ലഭിച്ച മൊബൈൽ നമ്പർ ആയിരിക്കും പ്രൊഫൈലിന്റെ യൂസർ നെയിം. മൊബൈൽ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നെയിം ഇൻക്ലൂഷൻ ഫോം 4 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ജില്ല, പഞ്ചായത്ത്, നഗരസഭ, വാർഡ്, പോളിംഗ് സ്റ്റേഷൻ എന്നിവ തിരഞ്ഞെടുക്കണം. അതേ ഭാഗത്തിന്റെ വോട്ടർ പട്ടികയിലുള്ള നിങ്ങളുടെ കുടുംബാംഗത്തിന്റെയോ അയൽവാസിയുടെയോ ക്രമ നമ്പർ എൻ്റർ ചെയ്യണം. വോട്ടറുടെയും രക്ഷകർത്താവിന്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തണം. വോട്ടറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വോട്ടർ നൽകിയ വിവരങ്ങൾ സ്ക്രീനിൽ ലഭ്യമാകും. വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം ശരിയാണെങ്കിൽ കൺഫേം ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. പ്രൊഫൈലിന്റെ ഹോം പേജിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ കാണാൻ സാധിക്കും. അപേക്ഷയുടെ പകർപ്പും ഹിയറിംഗ് നോട്ടീസും അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. ഹിയറിംഗിന് ഹാജരാകേണ്ട തീയതി ഹിയറിംഗ് നോട്ടീസിലുണ്ടാകും. ആ ദിവസം നേരിട്ടുള്ള ഹിയറിംഗിന് ഹാജരാകണം. രേഖകൾ വെരിഫൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പമാണോ? എന്നാ ഇന്ന് തന്നെ പേര് ചേർത്തേക്കാം.